2021 ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് അസമിൽ ബംഗാളി സംസാരിക്കുന്ന മിയ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യാപകമായ കുടിയൊഴിപ്പിക്കൽ ആരംഭിച്ചത്. വനഭൂമി, ആരാധനാലയങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി, സർക്കാർ ഭൂമി എന്നിവ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയെന്ന ന്യായീകരണം പറഞ്ഞാണ് ബി.ജെ.പി. സർക്കാർ മുസ്ലിങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കുന്നത്. ഡാരംഗ്, ഗോൾപാര, നാഗോൺ, ഗോലാഘട്ട്, ദുബ്രി, ബിശ്വനാഥ്, ഹോജെ എന്നീ ജില്ലകളിലാണ് ഇത്തരം ബുൾഡോസർ രാജ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. 2021 സെപ്റ്റംബറിൽ ഡാരംഗിൽ നടന്ന കുടിയൊഴിപ്പിക്കലിനിടെ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഗ്രാമീണർ കൊല്ലപ്പെടുകയും ചെയ്തു. എങ്കിലും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ബി.ജെ.പി. സർക്കാർ തങ്ങളുടെ അതിക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെല്ലാം പതിറ്റാണ്ടുകളായി അതാത് ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും പലരും മുൻ സർക്കാരുകൾ ഇടപെട്ട് അവിടെ താമസിപ്പിച്ചവരുമായിരുന്നു. കയ്യേറ്റക്കാരെയാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നും കയ്യേറ്റക്കാരായ എല്ലാ വിഭാഗം ജനങ്ങളെയും തങ്ങൾ കുടിയിറക്കുന്നുണ്ടെന്നും ഔദ്യോഗികമായി സർക്കാർ പറയുന്നുണ്ടെങ്കിലും കുടിയിറങ്ങേണ്ടി വന്നവരെല്ലാം മിയ വിഭാഗത്തിൽ നിന്നുള്ള ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളായിരുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. 2021 ആരംഭിച്ച കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ ഇതുവരെ 50,000-ലധികം പേരെ കുടിയൊഴിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. വിവിധ ജില്ലകളിലായി 4,000-ലധികം വീടുകൾ പൊളിച്ചു കളഞ്ഞതായും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബംഗാളി മുസ്ലിങ്ങളുടെ അധിനിവേശം ചെറുക്കുമെന്നും നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്കെതിരെയുള്ള നിയമപരമായ നടപടിയാണിതെന്നുമാണ് അസം സർക്കാർ ഈ കുടിയൊഴിപ്പിക്കലിന് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. ഇത്തരത്തിൽ കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന ബുൾഡോസർ രാജ് 2025 സെപ്റ്റംബറിൽ സുബീത് ഗാർഗിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നിർത്തിവെച്ചിരുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 2 ദിവസങ്ങൾക്ക് ശേഷം ഇത് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുബീത് ഗാർഗിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളെ സംസാരിക്കവെയാണ് തന്റെ ഫേസ്ബുക്ക് ലൈവിൽ ഹിമന്ത കുടിയൊഴിപ്പിക്കൽ പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചത്.